പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച ജനകീയ സമിതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. UR പ്രദീപ് MLA ചെയർമാനായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ചേലക്കര സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് പൗരാവകാശ രേഖ പ്രകാരമുള്ള ജനകീയ സമിതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി UR പ്രദീപ് MLA ചെയർമാനായി രൂപീകരിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പൗരാവകാശ രേഖ പ്രകാരമുള്ള സേവനങ്ങൾ പൊതുജനത്തിന് സമയബന്ധിതമായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തലാണ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പ്രധാനമായും ചെയ്യാനുള്ളത്. ഓരോ മാസവും 3-ാമത്തെ ശനിയാഴ്ചയാണ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രൂപീകരണവും പ്രഥമ യോഗവും UR പ്രദീപ് MLAയുടെ അധ്യക്ഷതയിൽ ചേലക്കര PWD റെസ്റ്റ് ഹൌസിൽ ചേർന്നു. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനറും ചേലക്കര സബ് രജിസ്ട്രാർ ഇൻചാർജുമായ ഗീത, മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമായ ടീച്ചർ, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായ CPIM-ൽ നിന്നുള്ള OS സജി, CPI-ൽ നിന്നുള്ള KK സുകുമാരൻ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്നുള്ള VJ ബാബു, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള KU ജോർജ്, കോൺഗ്രസ് S വിഭാഗം KV സോളമൻ, RJD PA ഇബ്രാഹിം, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള ജോളി അഗസ്റ്റിൻ, മുസ്ലിം ലീഗിൽ നിന്നുള്ള റഷീദ് മാസ്റ്റർ, കേരള കോൺഗ്രസ് B വിഭാഗത്തിൽ നിന്നുള്ള V സുമീഷ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നുള്ള അച്ഛൻ കുഞ്ഞ്, വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിനാരായണൻ, ആധാരമെഴുത്ത് പ്രതിനിധി NP കൃഷ്ണനുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മണ്ഡലത്തിലെ 2 സബ് രജിസ്ട്രാർ ഓഫീസുകളുണ്ട്. ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് നേരത്തെ 2008 മുമ്പേ ആരംഭിച്ച ഈ സമിതി ഉത്തരവ്, ഗവൺമെൻറ് ഇട്ട ഉത്തരവ് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് പൊതുജനങ്ങൾക്ക് സുതാര്യമായ രീതിയിലുള്ള സേവനവും അതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു സമിതി രൂപമുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ജനകീയ സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ജനകീയ സമിതി, പൗരാവകാശ രേഖകളുടെ ജനകീയ സമിതിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജനത്തിന് ഓരോ സർക്കാർ ഓഫീസിലും എന്തെല്ലാം സേവനം ലഭിക്കുമെന്നും അത് എത്ര സമയം കൊണ്ട് ലഭിക്കുമെന്നെല്ലാം എല്ലാ ഓഫീസുകളിലും ഒരു പൗരാവകാശ രേഖ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞിരുന്നു. ആ രേഖ അനുസരിച്ച് പ്രവർത്തനങ്ങൾ സത്യസന്ധമായി നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ജനകീയ സമിതി നേരത്തെ 2008 മുമ്പേ ആയാലും അത്ര കാര്യക്ഷമമായി അത് മുമ്പോട്ട് പോയെന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് പിന്നെയും അത് വളരെ കാര്യക്ഷമമായ രീതിയിൽ അതിനെ പുനഃസംഘടന നടത്തി എല്ലാ മാസത്തിലും 3-ാം ശനിയാഴ്ച ഈ യോഗം ചേരാനും സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ആ സമിതി പരിശോധിക്കുകയും പൊതുജനങ്ങൾക്ക് സേവനം സമയബന്ധിതമായി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലും ശ്രദ്ധയും ഉണ്ടാവണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുനഃസംഘടന നടത്തി ഇന്ന് മുതൽ ആ യോഗം വന്നിട്ടുള്ളത്. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഈ സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ പ്രവർത്തന പരിധിക്കകത്ത് വരുന്ന വില്ലേജുകൾ, ആ വില്ലേജിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പിന്നെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, ഈ നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ, അതുപോലെ തന്നെ വാർഡ് മെമ്പർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അടങ്ങുന്ന ആളുകൾ, ഒരു രജിസ്ട്രാർ ആധാരമെഴുത്തിൻ്റെ ഒരു പ്രതിനിധി ഉൾപ്പെടെ ചേരുന്ന ഒരു സർക്കാർ നിയമിക്കുന്ന ഒരു പ്രതിനിധി ഉൾപ്പെടെ വരുന്ന 10-25 വരുന്ന ആളുകൾ അടങ്ങുന്ന ഒരു സമിതിയാണ്, ജനകീയ സമിതിയുമാണ് ഇന്ന് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മാസവും 3-ാം ശനിയാഴ്ച ഈ യോഗം ചേർന്ന് ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ജനങ്ങളെ അറിയിപ്പിക്കാനും വേണ്ടിയുള്ള ഇടപെടലാണ് ഇന്ന് ആലോചിച്ചിട്ടുള്ളത്. എല്ലാ പ്രവർത്തനങ്ങളും ഇന്ന് ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിൽ ജനത്തിനെ അറിയിക്കാനും ജനത്തിന് വേഗം ലഭിക്കാനും വേണ്ടിയുള്ള ശ്രദ്ധ. ഏതെങ്കിലും വല്ല ഞങ്ങളുടെ അറിയാതെ ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് വല്ല വിഷമമുണ്ടെങ്കിൽ ഈ സമിതിയിൽപ്പെട്ട അംഗങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ സമിതി ചർച്ച ചെയ്യുകയും അത് പരിഹരിച്ചു കൊടുക്കാനുമുള്ള ഏർപ്പാടും ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉള്ള ഒരു സമിതിയായിട്ടാണിത് ഉദ്ദേശിക്കുന്നത്. അർത്ഥത്തിൽ ഇന്ന് ക്ഷണിച്ച മുഴുവൻ അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. വന്നവരെല്ലാം കൂടി ആലോചിച്ച് ഇനി ഗവൺമെൻറ് നിശ്ചയിച്ച സമയത്ത് തന്നെ അത് കൂടണം
അത് കുറ്റമറ്റ രീതിയിൽ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. ആ വിഷയം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇന്നുണ്ടായിട്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.